ഇസ്രയേലിനെ ഇപ്പോൾ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുമെന്ന് ഇറാൻ പറഞ്ഞു തുടങ്ങിയിട്ട് വർഷം ഒന്നായി ഒന്നും നടന്നില്ല. അതും കാത്ത് കേരളത്തിലെ മാധ്യമങ്ങളും സമാധാനക്കാരും പരിസ്ഥിതി പ്രേമികളും കാത്തിരുന്ന് വേരിറങ്ങി. രാഷ്ട്രീയക്കാരുടെ കാര്യം പറയാതെ വയ്യ. ഇസ്രയേലിൻ്റെ പതനമാഘോഷിക്കാൻ മേടിച്ചു വെച്ച ടൺ കണക്കിന് പച്ചലഡു പൂപ്പലടിച്ച് മൊയ്തി ചാനൽ ഓഫീസുകളിലും ലീഗിൻ്റെ ഓഫീസിലും എകെജി സെൻറ്ററിലും ഇന്ദിരാഭവനിലും ഒക്കെ കെട്ടിക്കിടക്കുന്നു. കോൺഗ്രസിൻ്റെ വിദേശകാര്യ വിദഗ്ധർ തെറി വിളിക്കാൻ കാത്തിരിക്കുകയാണ്. ആരെ? നരേന്ദ്രമോദി സർക്കാരിനെ, വിദേശകാര്യമന്ത്രിയെ. കാരണം നേരിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ പ്രതിപുരുഷന്മാരുടെ നെഞ്ചത്തെങ്കിലും കയറി ഒന്ന് കലി തീർക്കണം, അത്ര തന്നെ. മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ച് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാനേ ഉള്ളൂ ഇസ്രായേൽ എന്നൊക്കെ ഗീർവാണം മുഴക്കിയ കേരളത്തിലുള്ളവർക്ക് ഇപ്പോൾ അത് ഓർക്കുമ്പോൾ മൂത്രം പോകുന്നതേയില്ല. ഇറാൻ്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നിടത്ത് കയറിയാണ് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിൻ്റെ തലവനെ ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ അങ്ങ് തീർത്തത്. അതും ഒരു മാസം മുമ്പ് കൊണ്ടുവച്ച ബോംബ് പൊട്ടിച്ച്. അയത്തുള്ള ഖൊമേനിക്ക് വരെ വൻ നാണക്കേടായിപ്പോയി അത്. ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തുകളയുമെന്ന് ദിവസവും തള്ളിമറിച്ചിരുന്ന ഇറാൻ്റെ മടയിൽ കയറി അങ്ങനെ ഇസ്രായേൽ പണിതു. ഇറാൻ്റെ മുൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകട മരണം ആരുടെ തിരക്കഥയെന്ന് ഇപ്പോഴും ഇറാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അവർക്കറിയാം അച്ചാരം വന്നത് എവിടെ നിന്നാണെന്ന്. ഹൂതികളെ കൊണ്ട് കുറേ റോക്കറ്റ് ഇസ്രായേലിലേക്ക് വിടുന്നതല്ലാതെ ഇപ്പോഴൊന്നും സംഭവിക്കുന്നില്ല. ഇസ്രായേലാകട്ടെ ഹൂതികളുടെ ആ റോക്കറ്റ് ലോഞ്ച് കേന്ദ്രം തന്നെ ബോംബിട്ട് തകർക്കുന്നു. ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ തട്ടിക്കളയുകയും ചെയ്യുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇറാൻ നിന്ന് തുള്ളി ഭീഷണി മുഴക്കുന്നതല്ലാതെ ഇസ്രായേലിനെ അങ്ങ് കയറി ആക്രമിക്കുന്നില്ല? അതിനാരുത്തരം തരും? അതിനാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു വിശാലമായ വകുപ്പുമായി ഡൽഹിയിലിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്തരം സിമ്പിളാണ്. യുദ്ധമുണ്ടായാൽ ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും, ഒരു ആഭ്യന്തര കലഹം. വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ്റെ ആർമിയുടെ ഒരു ഭാഗം കൂറുമാറി ഇസ്രായേലിൻ്റെ പക്ഷത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനത നടത്തിയ സമരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തിയ സമരങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ്. പക്ഷേ കേരളം അത് കണ്ടില്ല എന്ന് നടിച്ചു. സ്ത്രീകൾക്കെതിരായ അടിച്ചമർത്തലുകൾ പണ്ടത്തെ പോലെ ഇറാനി ജനത ഇഷ്ടപ്പെടുന്നില്ല, സഹിക്കുന്നില്ല. അവർ പ്രതികരിക്കുമെന്ന് പട്ടാളത്തിനും വ്യക്തമായി അറിയാം. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്ത് ഇറാനെ ഒരു സാധാരണ ജനാധിപത്യ രാജ്യമാക്കാൻ ഇറാനിയൻ ജനത ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 79 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാൻ ഒരു സ്വർഗമായിരുന്നു. 2500 വർഷങ്ങൾ പഴക്കമുള്ള പേർഷ്യൻ സംസ്കാരം ലോകത്തിന് വലിയ സംഭാവന നൽകിയ ഒരിടം. സ്ത്രീകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന കാലത്തു നിന്നുമാണ് ഇസ്ലാമിക വിപ്ലവം നടത്തി സ്ത്രീകളെ അവർ കറുത്ത ചാക്കിൽ കയറ്റിയത്. ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും കയറിയടിക്കുമെന്ന് ഉറപ്പ്. അമേരിക്കയുടെ ആക്രമണം കേന്ദ്രീകരിക്കുക ഗൾഫിലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തു നിന്നായിരിക്കുമെന്നതാണ് രസകരമായ കാര്യം. പക്ഷേ സൗദി അറേബ്യ കൂടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പം ചേർന്നാലും ഗൾഫ് ലോകം അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. യാഥാർത്ഥ്യം അതാണ്. ഇസ്രായേലാകട്ടെ ഇറാനെതിരെ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇത്രയും തള്ളിമറിച്ചിട്ടും സ്വന്തം മൂക്കിന് താഴെ ഇസ്രായേൽ കയറി അടിച്ചതിൻ്റെ നാണക്കേട് മറയ്ക്കാൻ ഇറാന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നുമല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെയും സമാധാനക്കാരെയും എങ്കിലും അവർക്ക് തൃപ്തിപ്പെടുത്തണ്ടേ? ഖത്തർ ഇടപെടും, സൗദി ഇടപെടും, തുർക്കി ഇടപെടും, ഇറാൻ ഇറങ്ങിയാൽ ഇസ്രായേൽ തീരും എന്നൊക്കെ പറഞ്ഞിരുന്നവരുടെ അവസ്ഥ ഇറാനെന്ന് കണ്ട് മനസ്സിലാക്കണം. ഇറാനും ഒരു വർഷമായി കാത്തിരിക്കുന്നുണ്ട്, തങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഒരു യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോക്കും, ആഭ്യന്തര യുദ്ധം അവിടെ തുടങ്ങും എന്ന് മാത്രമല്ല ഇറാൻ ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമായി മാറും എന്നതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി. ഇസ്രായേൽ ഇറാൻ ഉള്ളിൽ കയറി ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവിനെ തട്ടണമെങ്കിൽ അത് ഇറാനുള്ളിൽ തന്നെ പിന്തുണ ലഭിച്ചിട്ടാകണമെന്നതാണ് ഇറാനിയൻ ഭരണകൂടത്തിനെ ഏറെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും. ഇറാനിലെ ജനങ്ങൾ തന്നെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ പിടിച്ചു പുറത്താക്കുന്ന അവസ്ഥ ഒരു വശത്ത്. ഇനിയിപ്പോൾ ഇറാന് മുന്നിൽ ജീവിച്ചു പോകണമെങ്കിൽ ആകെയുള്ള ഒരേ ഒരു മാർഗം അമേരിക്കയും ഇസ്രായേലുമായി ഇറാനൊരു രഹസ്യ കരാറുണ്ടാക്കുക, ശീതസമരം തുടരുക, പേരിന് ഇസ്രായേൽ മരുഭൂമികളിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ തൊടുത്തുവിടുക. അത് ഇസ്രായേൽ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തോളും. അതോടെ ഇവിടെ കേരളത്തിൽ എകെജി സെൻറ്ററിലും ലീഗ് ഓഫീസിലും ജമാഅത്തെ ഇസ്ലാമി ഓഫീസുകളിലും ഇന്ദിരാഭവനിലുമൊക്കെ ആഘോഷങ്ങൾ തിമിർക്കും. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇസ്രായേൽ വീഴും എന്ന മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉയരും. അപ്പോഴും ഇന്ത്യയുടെ കണ്ണിൽ വസ്തുത ഇതാകും, ഇറാൻ ഇസ്രായേലിന് മുന്നിൽ വാലു ചുരുട്ടി പേടിച്ചിരിക്കും കുറേ കാലത്തേക്കെങ്കിലും. അതുതന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഇസ്രായേലും ഇറാനുമായുള്ള സൗഹൃദം അത് തുടരുക തന്നെ ചെയ്യും. കാരണം ഇസ്രായേലി പ്രതിരോധവും സഹകരണവും, ഇറാനിലെ
ഛബാർ തുറമുഖം വഴിയുള്ള ഇന്ത്യയുടെ വാണിജ്യ സഹകരണവും അത് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കേരളത്തിൽ കിടന്ന് തുള്ളുന്നവരുടെ വാക്ക് കേൾക്കാൻ പോയാൽ ഇന്ത്യക്കാർ ഇനി അങ്ങോട്ട് ഗോതമ്പ് വേവിച്ച് തിന്നേണ്ട അവസ്ഥ വരുമെന്ന് കേന്ദ്ര സർക്കാരിനറിയാം. അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ നയതന്ത്ര നിലപാടുകൾ.